Leo. ഏപ്രിൽ 22 ആവാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം അടുത്തൊരു ആരംഭിക്കലാങ്കള അല്ലെങ്കിൽ ഒരു ബ്ലഡി സ്വീറ്റ് പോലെ ഇനി എന്താണ് ഇദ്ദേഹം പണി വെച്ചേക്കണെന്നുള്ളൊരു കാര്യം, എന്താണ് സംഭവം ഇരുക്ക എന്ന് ചോദിക്കുന്ന തരത്തില് ലോകേഷ് കനകരാജിന്റെ അടുത്ത സിനിമയുടെ പ്രൊമോ തലൈവർ 171 എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോമോ വരാനായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 22 എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളും ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കാത്തു തീർന്ന ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തിൽ നമ്മളെല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ട് ഒരു രണ്ടാം ഭാഗം വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും ഒപ്പം തന്നെ നമ്മുടെ മലയാളത്തിലെ രണ്ട് ബിഗ് സൂപ്പർ സ്റ്റാർസ് ഹീറോ വേഴ്സസ് വില്ലനായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. രജനികാന്ത് ലോകേഷ് കനകരാജ് കോമ്പിനേഷനിൽ വരാൻ പോകുന്ന സിനിമയാണ് തലൈവർ 171 എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ദി പർജ് എന്ന് പറയുന്ന മൂവിയുടെ ബേസ് ചെയ്തിട്ടാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമറുകളും മറ്റൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തലൈവർ 171 എന്ന് പറയുന്ന സിനിമയുടെ വെരി ഫസ്റ്റ് ലുക്ക് പ്രോമോ എന്ന് പറയുന്നത് ഏപ്രിൽ 22 ആണ് റിലീസ് ആവാനായിട്ട് നിൽക്കുന്നത്. അതായത് ഈ തിങ്കളാഴ്ചയാണ് റിലീസ് ആവാനായിട്ട് നിൽക്കുന്നത്. തിങ്കളാഴ്ച വരാൻ പോകുന്ന രജനികാന്തിന്റെ ഈ ഒരു ടീസറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഐമാക്സ് ക്യാമറയിലാണെന്നൊരു കാര്യം തന്നെയാണ്. ലിയോ സിനിമ ഐമാക്സിലോട്ട് റെൻഡർ ചെയ്ത് വന്നിരുന്ന ഒരു സിനിമയായിരുന്നു. അതായത് 4K ട്രൂ 4K എടുത്തിരുന്നതിന് ശേഷം പിന്നീട് ഐമാക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് റെൻഡർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ലിയോ സിനിമ എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വന്നിരിക്കുന്ന തലൈവർ 171 എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതടക്കം എൻ്റയർ പരിപാടി എന്ന് പറയുന്നത് ഐമാക്സിലാണെന്നൊരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂ ക്വാളിറ്റി തരുന്ന തരത്തിൽ അത്രയും നല്ല വിഷ്വൽസുകളാണ്, അത്ര നല്ല VFX കൂടിയാണ് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലിയോ സിനിമയുടെ DOP ആയിട്ടുള്ള മനോജ് പരമഹംസ തന്നെയാണ് ഈ സിനിമയുടെ DOP ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ശ്രുതി ഹാസന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വരാനായിട്ട് പോകുന്നുണ്ടെന്നൊരു കാര്യം തന്നെയാണ്. ശ്രുതി ഹാസൻ, കമൽ ഹാസന്റെ മോളായിട്ടുള്ള ശ്രുതി ഹാസൻ രജനികാന്തിന്റെ മകളായിട്ടാണ് ഇവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സിനിമയിൽ രജനികാന്ത് വാങ്ങാൻ പോകുന്ന സാലറി റെമ്യൂണറേഷനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഈ അടുത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. തലപതി 69 വേണ്ടിയിട്ട് വിജയ് വാങ്ങാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് 250 കോടി 250 ക്രോർസ് എന്നുള്ളൊരു വാർത്തകളൊക്കെ ഓൾറെഡി വന്നിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഈ റെക്കോർഡ് രജനികാന്ത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചെടുത്തൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ രജനികാന്തിന്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന പടം എന്ന് പറയുന്നത് ലാൽ സലാം എന്ന് പറയുന്ന സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിസാസ്റ്റർ തന്നെയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. തലൈവർ 171 എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് ആൻഡ് രജനികാന്ത് പടത്തിന് രജനികാന്ത് മേടിക്കാൻ പോകുന്ന സാലറി അഥവാ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 280 കോടി രൂപയാണെന്നുള്ളൊരു കാര്യമാണ്. 280 ക്രോർസ് ആണെന്നുള്ളൊരു കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് റൂമർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കല്ലേ, ഒരു പടത്തിന് വേണ്ടിയിട്ട് 280 കോടി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വട്ട് എവർ ഇറ്റ് ഈസ്, കാര്യം ഇവരൊക്കെ പടങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 600 കോടി 500 കോടിയൊക്കെയാണ് ഇവരുടെ മിനിമം കളക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജയിലർ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കളക്ഷൻ നേടിക്കുന്ന സിനിമ തന്നെയാണ്. തലൈവർ 171 എന്ന് പറയുന്നത് വളരെ ഹൈപ്പുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് ആൻഡ് രജനികാന്തിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല. അടുത്ത ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ സ്റ്റിൽ ഇവരൊക്കെ മേടിക്കുന്ന ഒരു കളക്ഷൻ്റെ ഇവരൊക്കെ മേടിക്കുന്ന റെമ്യൂണറേഷൻ്റെ റേഞ്ച് കാണുന്ന സമയത്ത് വേറെ മാറി എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സച്ചിൻ, I love you. സിനിമ നല്ല പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നായകനും നായികയും തമ്മിൽ എപ്പോൾ അവർ മീറ്റ് ചെയ്യും, അവരൊന്ന് ചേരുമോ എന്നുള്ളൊരു 100 കൂട്ടം ചോദ്യങ്ങൾക്ക് അവസാനിട്ടുകൊണ്ട് ഈ സിനിമയിലുള്ള നോർമൽ ക്ലീഷയ്ക്ക് പകരം സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളോട് ഐ ലവ് യു പറയുന്നതിന് പകരം ഈ സിനിമയിൽ കണ്ടേക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് റീനു ആണ് ശരിക്കും ഈ സിനിമയിൽ നമ്മുടെ നായകനെ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ നല്ല മധുരമായിട്ട് ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ക്ലൈമാക്സ് വെച്ച് തന്നെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞു എന്നുള്ളൊരു കാര്യം പല പ്രേക്ഷകർക്കും പേഴ്സണലി തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചില ആൾക്കാർക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഇതൊരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് വളരെ മികച്ച ഒരു സിനിമയായിട്ട് തോന്നിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രേമലു എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. യെസ് ഗൈസ്, ഇതൊരു റൂമർ അല്ല, ഇത് പക്ക ഒഫീഷ്യലാണ്. പ്രേമലു എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചേക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. കേരളത്തിൽ മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ പുറത്തും ഹൈദരാബാദിലടക്കം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. മലയാള സിനിമയിലെ തന്നെ ടോപ്പ് 5 നിൽക്കുന്ന 100 കോടി അടിച്ചേക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് വന്നേക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രേമലു എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫഹദ് ഫാസിൽ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഫഹദ് അടക്കം ഒരുപാട് സെലിബ്രിറ്റീസ് വന്നായിരുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. ഇന്നത്തെ സക്സസ് സെലിബ്രേഷനിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കാണ് പ്രേമലു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം. പ്രൊഡക്ഷൻ നമ്പർ 5ാമത്തെ പടമായിരുന്നു പ്രേമലു. 6ാമത്തെ പടം കാരട്ടെ ചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിനേശ് പോത്തന്റെ ആയിരുന്ന റോയിയാണ്. പ്രൊഡക്ഷൻ നമ്പർ 7
ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും? പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ്. പ്രേമലു 2. രണ്ടായിരത്തി 2025 കൂടിയിട്ടാണ് പ്രേമലു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരാനായിട്ട് പോകുന്നത്. അത് റിലീസ് ആകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഒരു പേസ്, ഈ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതി, ഈ സിനിമയിൽ വരുന്ന കാസ്റ്റിംഗ്, ഐ മീൻ നസ്ലിൻ അടക്കം വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും, ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ്, JK ആൻഡ് മമിത ബൈജിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും, പ്രത്യേകിച്ച് ഇവന്റെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന, ഐ മീൻ നസ്ലിന്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളൊക്കെ എന്ന് പറയുന്നത് ഗംഭീര തന്നെയാണ്. അടിച്ചുപൊളി കിടുക്കം ഫണ്ണി ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ആയിരുന്നു ഇതിനകത്ത് വന്നിരുന്നത്. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ കോമഡി, ഐ മീൻ ഈ കോമഡിക്ക് വേണ്ടി കോമഡി കുത്തിയിറക്കുന്ന രീതിക്കല്ല, നേരെ മറിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ ലൈഫിലൊക്കെ കണ്ടു പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ കേട്ട് പറഞ്ഞിരിക്കുന്ന ചില റീൽസുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലും ചില ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ സിനിമയിലുള്ള കോമഡികളൊക്കെ ആക്ച്വലി വർക്ക് ചെയ്തിരുന്നത്. മമ്മൂട്ടി ആൻഡ് പൃഥ്വിരാജ് കോമ്പിനേഷനിൽ ഒരു സിനിമ വരാൻ പോകുന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുമ്പേ ആയിരുന്നു എൻ്റെ റൂമർ മറ്റൊക്കെ വന്നായിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റൂമർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി ആൻഡ് പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വരുന്ന സിനിമ ഒരു യങ് ആയിട്ടുള്ള പുതിയൊരു ഡയറക്ടറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി ആൻഡ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് പ്രൊട്ടഗണിസ്റ്റ് ആൻഡ് ആനഗണിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പൃഥ്വിരാജ് ഈ സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് വരാനായിട്ട് പോകുന്നത്. പൃഥ്വിരാജ് ഓർ മമ്മൂട്ടി രണ്ടുപേരും, ഒരാൾ ഹീറോ മറ്റൊരാൾ വില്ലനായിട്ടാണ്, ഓപ്പോസിറ്റ് റോൾ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൂമർ സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പുഷ്പ 2ന്റെ ടീസർ എന്താണ് ബ്രോ ഡീകോഡ് ചെയ്യാത്തതുള്ളൊരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നേർന്നില്ല ആ ഒരു സമയത്ത്. ഞാൻ കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടാണ് സംഭവിച്ചു പോയത്. അതിന്റെ ടീസർ നിങ്ങൾ കണ്ടേക്കുന്നതാണ്. അവിടെ നടക്കുന്ന കുറച്ച് ആചാരങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുഷ്പയുടെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പുഷ്പ സിനിമയുടെ OTT അവകാശങ്ങൾ മേടിച്ചുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി രംഗത്തെത്തിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ വരാനായിട്ട് പോകുന്നത്. OTT അവകാശമായിട്ട് പുഷ്പ 2 ടീമിന് അവർ നൽകിയേക്കുന്ന തുക എന്ന് പറയുന്നത് 275 കോടി രൂപയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് മാത്രമൊക്കെ ഉണ്ടോടെ ഈ പുഷ്പ എന്നൊക്കെ ഞാൻ സ്വയം ചിന്തിച്ചു. കാരണം പുഷ്പ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, എനിക്ക് ആ പടം വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. സത്യസന്ധമായിട്ട് പറയാണ്. ഞാൻ ബേസിക്കലി അല്ലു അർജുൻ്റെ എല്ലാ പടങ്ങളുടെ ഫാനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളുടെയും ആ അല്ലു അർജുൻ സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ പുഷ്പ 2 എന്ന് പറയുന്നത് ആണെങ്കിലും പുഷ്പ ആണെന്നുണ്ടെങ്കിലും, ഐ മീൻ പുഷ്പ നമ്മൾ കണ്ടേക്കുന്ന പുഷ്പയാണെന്നുണ്ടെങ്കിലും, എനിക്കൊരിക്കലും ആ ഒരു ക്യാരക്ടറിനോട് വലിയൊരു താല്പര്യ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര സംഭവമാണെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ജസ്റ്റ് ഓക്കെ ഒരു വൺ വാച്ച് എന്ന് പറയുന്ന രീതിക്കുള്ള സിനിമയായിട്ടാണ് ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ അറിയാം പുഷ്പയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു പക്ഷേ പുഷ്പയുടെ ഫാൻസ് ആയിരിക്കാം. എനിവേസ് നിങ്ങൾ പുഷ്പയുടെ ഫാൻസ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു നാൾസ് സൈനിങ് ഔട്ട്. ബൈ.